സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ കേരളം ആഗ്രഹിച്ച, നാം ഓരോരുത്തരും ആഗ്രഹിച്ച ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഹൈക്കമാൻഡിൽ നിന്ന് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന ആ വലിയ പ്രഖ്യാപനം ഇതാ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി നമുക്കറിയാം, വളരെ വ്യക്തമാകുന്നത് ജനങ്ങളെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ പരിഗണിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ഒരു നായകനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അതുമാത്രവുമല്ല, ഹൈക്കമാൻഡ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വി.ഡി. സതീശൻ എന്ന നായകൻ വന്നതിന് ശേഷം അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല എന്നതു മാത്രമല്ല, ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ സമവാക്യം കേരളത്തിൽ വിജയിച്ചു കാണുന്നത് അത് ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല, ജനങ്ങളുടെ തീരുമാനങ്ങളാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കൊണ്ടായിരുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. നമുക്കറിയാം, ഗ്രൂപ്പിന് വഴപ്പെട്ടുകൊണ്ടും സീനിയോറിറ്റിയും മറ്റും പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് കാലങ്ങളായി തീരുമാനിച്ചിരുന്ന മുഖ്യമന്ത്രിമാരാണ് പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിനെ നശിപ്പിച്ചു കളഞ്ഞതും കോൺഗ്രസിനെ ഇല്ലാതാക്കി കളഞ്ഞതെന്നും നമുക്ക് മുന്നിലുള്ള കോൺഗ്രസിന് മുന്നിലുള്ള പല ഉദാഹരണങ്ങളെയും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാകണം കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, എന്നാൽ MLA-മാരുടെ സപ്പോർട്ടിന് പരിഗണന കൊടുക്കാതെ തന്നെ, അതായത് KC വേണുഗോപാലിനായിരുന്നു MLA-മാരുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നതെന്നിരിക്കെ, രമേശ് ചെന്നിത്തലക്കായിരുന്നു ഏറ്റവും വലിയ സീനിയോറിറ്റി ഉണ്ടായിരുന്നത് എന്നിരിക്കെ, ജനങ്ങളുടെ തീരുമാനത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായും ഇത് മുസ്ലിം ലീഗിന്റെ വിജയമാണ്. തീർച്ചയായും ഇത് ഘടകകക്ഷിക്ക് UDF-ൽ പരിഗണനയുണ്ട് എന്നതിന്റെ വിജയമാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇനി അങ്ങോട്ട് ഗ്രൂപ്പുകളില്ല. ഒരൊറ്റ ഗ്രൂപ്പായി ടീം UDF ആയി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഏറ്റവും വലിയ ഒരു ആശയമാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് കേരളം 102 സീറ്റിലേക്ക് എത്തിച്ച കേരള ജനത കൊടുത്ത വിജയത്തിനുള്ള നന്ദി പ്രകടനമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇത് ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. വി.ഡി. സതീശൻ എന്ന നായകൻ ഇനി വരുന്ന 5 വർഷവും ഇവിടെ കേരളം ഭരിക്കും. UDF-നെ നയിക്കുക, കേരളത്തെ നയിക്കുക, നമ്മെ ഓരോരുത്തരുടെയും മുഖ്യമന്ത്രിയായി നമ്മെ ഓരോരുത്തരെയും നയിക്കുക വി.ഡി. സതീശൻ എന്ന നേതാവാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു.